ടാൻജൻസ് എന്ന ചാപ്റ്ററിനകത്ത് പാർട്ട് 2 പുസ്തകത്തിനകത്ത് നമ്മൾ L1 വീഡിയോ പഠിച്ചു കഴിഞ്ഞു. ഇനി L2 ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ഈച്ച് ഓഫ് ദ പിക്ചർ ബിലോ ദ ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ എ ടാൻജന്റ് ടു എ സർക്കിൾ. ദെൻ ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദ ലൈൻ ത്രൂ ദ സെന്റർ എന്നാണ് പറഞ്ഞേക്കണേ. എന്താ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായേ? അതായത് നമ്മൾ ഒരു സർക്കിൾ 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ഇവിടെ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഈ 2.5 റേഡിയസിനകത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ആ റേഡിയസ് ജോയിൻ ചെയ്യുന്ന ഡയമീറ്റർ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ ടാൻജന്റ് തമ്മിലുള്ള ലെന്ത് 5 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ചാണ് നമ്മൾ ഈ ഫിഗർ നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് നമുക്ക് റഫായിട്ടൊരു ഫിഗർ നമുക്ക് വരച്ചു നോക്കാം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ റഫായിട്ട് പറയാം 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നേരെ മിഡിലായിട്ട് സ്കെയിൽ തന്നെ എടുത്താൽ മതി. 2.5 സെന്റിമീറ്റർ വെച്ച് നേരെ മിഡിൽ എടുത്ത് ഒരു സെമി സർക്കിൾ, ഈ 2.5 റേഡിയസ് അതായത് 5 സെന്റിമീറ്ററിന്റെ നേരെ ഹാഫ് 2.5 എടുക്കണം. ഈ 2.5 എടുത്ത് നമ്മളൊരു ഡോട്ട് ലൈൻ ഇട്ട് ഒരു സെമി സർക്കിൾ ഫോം ചെയ്യണം. എന്നിട്ട് ഈ 2.5 റേഡിയസ് എടുത്ത് ഈ ഒരു പോയിന്റ് കുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക, ഈ സെമി സർക്കിൾ നമുക്ക് ആവശ്യമില്ല. ഈ സെമി സർക്കിളും ഈ 2.5 റേഡിയസിലും നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ സെമി സർക്കിളിലെ പോയിന്റും ഈ 2.5 റേഡിയസ് എടുത്ത ആ ലെന്തും കൂടെ ആ റേഡിയസ് സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ്, ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് 2.5 സെന്റിമീറ്റർ റേഡിയസ് വരും. ഇനി അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രൊട്രാക്ടറോ ഇതൊന്നും കൂടാതെ തന്നെ നേരെ ഈ സെമി സർക്കിളും ഈ സർക്കിളും കൂടെ ജോയിൻ ചെയ്ത ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ ടാൻജന്റ് നമുക്ക് എവിടെ വരയ്ക്കാം, ഈ 5 സെന്റിമീറ്റർ നീളത്തിലേക്ക് നേരെ ടാൻജന്റ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഫിഗർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന് എന്താ ചെയ്യണേ, 5 സെന്റിമീറ്റർ ലെന്ത് എടുത്ത് നമ്മൾ ആദ്യമേ ഒരു ലൈൻ ഫോം ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് 5 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ അതിന് നേരെ ലൈൻ എന്ന് പറഞ്ഞ് നേരെ പകുതി ഇത് 5 സെന്റിമീറ്റർ ഇത് വരയ്ക്കാം. ഇതേ ലെന്തിൽ നമ്മളൊരു 5 സെന്റിമീറ്റർ ഇവിടെ നമ്മൾ നേരെ വരയ്ക്കാം. 5 സെന്റിമീറ്റർ അതിന് നേരെ മിഡില് നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇതിനകത്ത് സ്കെയിൽ വെച്ച് കറക്റ്റ് വരച്ചാൽ മതി. ഈ നീളം നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താ ലെന്ത് 5 സെന്റിമീറ്റർ, അതിന് നേരെ മിഡില് ദാറ്റ് ഈസ് ഇക്വൽ ടു 2.5. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആയി. ഇതെന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ 2.5 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഫസ്റ്റ് വേണം എന്ത് ചെയ്യണം, ഈ 2.5 റേഡിയസ് എടുത്ത് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കുത്തി നേരെ ഈ പോയിന്റ് എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരയ്ക്കണം. സാധാരണയുള്ള വലിയ കോമ്പസിലാണെങ്കിലും വരച്ച് നമുക്ക് ഈ ഒരു പെന്ന് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയ കോമ്പസിനകത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ 2.5 റേഡിയസ് കറക്റ്റ് അളന്നെടുത്ത് നമ്മൾ ഇവിടുന്ന് ഒരു സർക്കിൾ ഫോം ചെയ്യണം. സർക്കിൾ വരയ്ക്കണം. ഈ 2.5 റേഡിയസിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടത് കേട്ടോ. നമുക്ക് നേരെ ഒന്ന് വരയ്ക്കാം. അവിടെ ഡോട്ട് ലൈൻ്റെ ആവശ്യമില്ല. നേരെ സർക്കിൾ വരച്ചു. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സർക്കിളും ഈ സെമി സർക്കിളും ഈ പോയിന്റും കൂടെ O എന്ന് പറഞ്ഞ സെന്ററും കൂടെ ജോയിൻ ചെയ്യുന്ന റേഡിയസ് 2.5 ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ 90 ഡിഗ്രി അളന്നെടുക്കേണ്ടെന്ന് ഒരാവശ്യമില്ല. നേരെ ഈ സെമി സർക്കിളിൽ നിന്ന് ഈ 5 സെന്റിമീറ്ററിന്റെ എൻഡിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ കിട്ടുന്ന ടാൻജന്റ് ആയിരിക്കും. ഉണ്ടാവും. അപ്പൊ ഈ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആൻസറായി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു എക്സാമ്പിളോടെ തന്നേക്കാം. അതായത് നമുക്ക് ഇവിടെ തന്നേക്കണ റേഡിയസ് 4 സെന്റിമീറ്റർ റേഡിയസ് തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്ററും ടാൻജന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റും ഈ 4 സെന്റിമീറ്റർ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റും ഈ ടാൻജന്റിന്റെയും എപ്പോഴും ആംഗിൾ ഫോം ചെയ്യുന്ന എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ടാൻജന്റും ആ ഡയമീറ്റർ ഓഫ് ദ എൻഡും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആംഗിൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാം 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 8 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യത്തെ പോലെ തന്നെ 8 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യമേ ലെന്തെടുത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ ആണോ പറഞ്ഞേക്കണം അത് തന്നെ. ഇപ്പൊ നമ്മളിവിടെ 10 സെന്റിമീറ്റർ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കണം മക്കളെ, 10 സെന്റിമീറ്റർ എടുക്കണം.
8 സെന്റിമീറ്റർ പറഞ്ഞാൽ 8 എടുക്കണം. അപ്പം എത്ര സെന്റിമീറ്റർ? ഇപ്പം നമ്മൾ ഇച്ചിരി വലിയ ചെറിയ പടം, ഇപ്പം 8 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ പടമായിരിക്കും. അപ്പോൾ ഇച്ചിരിയോടെ നമ്മൾ 2 യൂണിറ്റ് അല്ലെങ്കിൽ 3 യൂണിറ്റ് ഒക്കെ 1 സെന്റിമീറ്റർ ആയിട്ട് എടുത്ത് നമുക്ക് ഇച്ചിരിയോടെ നീളത്തി വരച്ചു നിർത്ത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 0 മുതൽ ഇത്രയും സെന്റിമീറ്റർ എടുത്തപ്പോൾ ഒരു 19, നമ്മൾ സ്കെയിലിൽ തന്നെ ഒരു 20 എടുത്തു. എന്നിട്ട് നേരെ 10 നമ്മൾ നേരെ പകുതിയാക്കി എടുത്തു. അപ്പോൾ വലിയ പടം വേണമെങ്കിൽ ഒരു ചില യൂണിറ്റുകൾ കൂട്ടിയെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ഇപ്പോൾ സ്കെയിലിൽ വരുന്നത്, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്കെയിൽ വരുന്നതെങ്കിൽ ഇവിടെ 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഈ ഒരൊറ്റ യൂണിറ്റ് നമ്മൾ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇച്ചിരി വലിയ പടം കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത്രയും നീളം എന്തായിട്ട് എടുത്തു? 8 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അതിന് നേരെ പകുതി ഹാഫ് എന്താണ് 4 സെന്റിമീറ്റർ എടുത്തു. 4 സെന്റിമീറ്റർ, ഇത് നമ്മൾ 4 സെന്റിമീറ്റർ വന്നു. ഇനി ആദ്യം എന്താണ് ഈ 4 സെന്റിമീറ്റർ ഇതെടുത്തുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. 4 ഇവിടെ നടുക്ക് കുത്തി 4 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മളൊരു സെമി സർക്കിൾ ഫസ്റ്റ് വൺ ഫോം ചെയ്യണം. എന്നിട്ട് അതേ 4 സെന്റിമീറ്റർ നമ്മൾ എന്താണ് ഇവിടെ കുത്തി നമ്മളൊരു സർക്കിൾ ഇവിടെ 4 സെന്റിമീറ്ററിൽ ഈ റേഡിയസ് 4 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഈ സർക്കിളിന്റെ ഈ ഒരു പോയിന്റും ഈ സെമി സർക്കിൾ നമ്മൾ ഡോട്ട് ഇട്ട് വരച്ചേക്കണം. ഈ സെമി സർക്കിളും ഈ 8 സെന്റിമീറ്ററിന്റെ ഈ എൻ പോയിന്റിലേക്ക് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത് കറക്റ്റ് ഈ മെഷർമെന്റിലുള്ള ടാൻജന്റ് ആയിരിക്കും. ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഈ സ്കെയിലിൽ തന്നെ 8 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. അപ്പൊ അതിന് നേരെ പകുതി വരുമ്പോൾ ഇതാണ് 4 സെന്റിമീറ്റർ തന്നെ. ഇതപ്പോൾ 8 സെന്റിമീറ്റർ, ഇത് നമ്മൾ 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ നേരെ അടയാളപ്പെടുത്തി ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ലൈൻ വരച്ചു, 8 സെന്റിമീറ്റർ വരച്ചു. 8 സെന്റിമീറ്റർ അതിൻ്റെ നേരെ പകുതി ഹാഫ് എടുത്ത് ഇത് 4 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 4 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ കുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഡോട്ട് ഇട്ട് 4 സെന്റിമീറ്റർ എടുത്ത് നേരെ 4 സെന്റിമീറ്റർ എടുത്ത് നേരെ ഒരു ഡോട്ട് ലൈൻ എടുത്ത് ഒരു സെമി സർക്കിൾ നമ്മൾ ഫോം ചെയ്തു. നേരെ പകുതി എടുത്ത് ഒരു സെമി സർക്കിൾ നമ്മൾ ഫോം ചെയ്തു. ഡോട്ട് ലൈൻ എടുത്ത് ഒരു സെമി സർക്കിൾ ഫോം ചെയ്തു. ഒരു സെമി സർക്കിൾ ഫസ്റ്റ് വൺ ഫോം ചെയ്തു. ഇനി എന്താ ചെയ്യണത്? ഇതേ 4 സെന്റിമീറ്റർ എടുത്ത് നമ്മളിവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. അതേ റേഡിയസ് എടുത്ത് കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ഈ സെമി സർക്കിളും ഈ സർക്കിളും കൂടെ നമ്മൾ സെൻറ്റർ ആയിട്ട് എടുത്ത്, ഇത് ഓ സെൻറ്റർ ആയിട്ട് എടുത്ത് ഈ ലെന്ത് അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അതായിരിക്കും നമ്മുടെ റേഡിയസ് 4 സെന്റിമീറ്റർ. പിന്നെ നമ്മൾ 90 ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ആ ഡയമീറ്റർ ഈ പോയിന്റ് റേഡിയസ് വരച്ച ആ പോയിന്റിൽ നിന്ന് നേരെ ഈ 8 സെന്റിമീറ്റർ വരച്ച ലൈനിൻ്റെ എൻഡിലേക്ക് നമ്മൾ ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് പറഞ്ഞേക്കണം 8 സെന്റിമീറ്റർ ലെന്തിൽ ഈ നീളം 8 സെന്റിമീറ്റർ, അതിന് നേരെ ഹാഫാണ് ഇവിടെ റേഡിയസ് വന്നേക്കണം. അപ്പോൾ അത് 4 സെന്റിമീറ്റർ കൊടുത്ത് സർക്കിളിൽ വരയ്ക്കുന്ന ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇൻ എ ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ ദ ടാൻജന്റ് ടു എ സർക്കിൾ ദ റേഡിയസ് ത്രൂ ദ പോയിന്റ്. അതായത് റേഡിയസ് എവിടെയാണോ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് നമ്മൾ എന്താണ് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷനായി. ഇവിടെ നമുക്ക് സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 10 സെന്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് ഓഫ് ദി സെന്ററും സർക്കിളിന്റെ സെന്ററും ഈ ടാൻജന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ ടാൻജന്റിലേക്കുള്ള റേഡിയസ് നേരെ 10ന്റെ നേരെ ഹാഫ് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണേ മക്കളെ? 10 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. ഇനി അതിന് നേരെ ഹാഫ് എടുത്തിട്ട് ഇത് 10 സെന്റിമീറ്റർ ആണ്, നേരെ ഹാഫ് എടുത്ത് 5 സെന്റിമീറ്റർ വെച്ച് നമ്മൾ അതിനെ നേരെ സെൻറ്റർ കണ്ടുപിടിച്ചു, സെൻറ്റർ ഓ എന്ന് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെൻറ്റർ ഓയിൽ വെച്ച് നമ്മൾ ഇതേ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ ഫോം ചെയ്യണം. കറക്റ്റ് ഈ 5 സെന്റിമീറ്ററിനകത്ത് സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ നമ്മൾ വരച്ചു. ഇതുപോലെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെമി സർക്കിൾ വരച്ചിട്ട് ഇതേ 5 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു സർക്കിൾ ഫോം ചെയ്യും അല്ലേ? എന്നിട്ട് ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ സെമി സർക്കിൾ വരച്ചു, നേരെ 10 സെന്റിമീറ്റർ നീളത്തിൽ എടുത്തൊരു സെമി സർക്കിൾ വരച്ചു. ഇനി ഈ 5 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ സർക്കിൾ വരച്ചു. ഈ സർക്കിളും ഈ സെമി സർക്കിളും ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ജോയിൻ ചെയ്ത് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ജോയിൻ ചെയ്ത് ആ പോയിന്റിൽ നിന്ന്
ഈ ലൈനിലേക്ക് നമ്മൾ എന്താണ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത് കറക്റ്റ് ഈ 5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളിൽ വരയ്ക്കുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യമേ ഫസ്റ്റ് വൺ എത്രയാണ്? ഈ ലെന്തിനകത്ത് ഈ ഡിസ്റ്റൻസിൽ എന്താണ് ലൈൻ വരയ്ക്കണം. അതായത് ഇവിടെയും ആദ്യം ഫസ്റ്റ് വൺ ഈ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരച്ചു. 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. നേരെ അതിൻ്റെ ഹാഫ് നേരെ പകുതി എടുത്ത് 50 സെൻറ്റിമീറ്റർ നേരെ പകുതി എടുത്ത് നമ്മൾ എന്താണ് സെൻറ്റർ O അടയാളപ്പെടുത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെൻറ്റർ ഓയിൽ കുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഒരു സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ ഫോം ചെയ്തു. സെമി സർക്കിൾ വരച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ റേഡിയസ് സെൻറ്ററായിട്ട് അതായത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് തെന്നിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്ലാസ്സിനകത്ത് വേറെ ഒന്നും കുത്താനും പറ്റത്തില്ല. ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ കോമ്പസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പോറിൽ വീഴും. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇത് പതുക്കെ ഒരു തെന്നൽ വരുന്നുണ്ട്. ഇപ്പോൾ നേരെ ഇവിടെ നോക്കി ഇവിടെ വരച്ച് കഴിയുമ്പോൾ ഈ ലൈൻ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ടാൻജൻറ്റ് ഈ ലൈനും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് നമ്മൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പാടില്ല ഇനി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈ 5 സെൻറ്റിമീറ്റർ റേഡിയസ് സർക്കിളിൽ നിന്നുള്ള ടാൻജൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഈ 10 സെൻറ്റിമീറ്ററിന് നേരെ ഹാഫ് പകുതി എടുത്ത് നമ്മൾ നേരെ സെൻറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ഒരു സെമി സർക്കിൾ റഫായിട്ടൊരു സെമി സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതേ റേഡിയസ് ഇവിടെ കുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റേഡിയസിലെടുത്ത് സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരച്ച് കഴിയുമ്പോൾ ഈ സെമി സർക്കിളും ഈ സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഈ ലെന്ത് ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത ലെന്ത് ഉണ്ടല്ലോ ആ ലെന്തിലേക്ക് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് പറയുന്ന ടാൻജൻറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റ്. ഇവിടെ വരുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രിയും ആയിരിക്കും. ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങാത്ത എല്ലാ കുട്ടികളും വളരെ ഈസിയായി ബേസിക് കൺസെപ്റ്റുകളും കണ്ടന്റുകളും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 1999 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് ക്ലാസോറ എന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസോറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.